ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വാർപ്പിൻ്റെ മുകൾക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ, വീടിൻ്റെ. അപ്പോൾ പെലച്ചക്ക് സുബൈക്ക് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. വാർപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ വിറകാണ് കേട്ടോ. വീട് പണി കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള മരങ്ങളൊക്കെ, ബാക്കിയുള്ള മരങ്ങൾ അട്ടിക്കിട്ട് വെച്ചതുകൊണ്ട് പിന്നെ വിറകുണ്ട്, കറ്റാർവാഴ ഉണ്ട്, ചീരുണ്ട്. ഇതൊക്കെ എൻ്റെ നാത്തൂനുണ്ടാക്കിയതാണ് കേട്ടോ. വാർപ്പിൻ്റെ മുകളിൽ കറ്റാർവാഴൻ്റെ ആൾ നാത്തൂനാണ്. പിന്നെ ഇതിൻ്റെ ആങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലാണ്. ഇപ്പോൾ 760 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണിത്. പിന്നെ ആ ടാങ്കി കാണുന്നത് ഞങ്ങൾ താഴത്തെ വീടിൻ്റെ ടാങ്കി കൊടുന്ന് കയറ്റി വെച്ചാണ്, വീട് പണി നടക്കുന്ന കാരണം. പിന്നെ ഇത് പോർച്ചാണ് കേട്ടോ, പോർച്ചിൻ്റെ വാർപ്പാണത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ ഈ വീട്. അപ്പോൾ ഇതൊക്കെ വിറകുകളാണ്, ചകിരി, മടൽ, അങ്ങനത്തെ ഒക്കെ വേറെ വേറെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന സാധനം എന്തെന്ന് മനസ്സിലായ, ഇതാണ് പണ്ട് ടി വി ഉണ്ടായിരുന്ന കാലത്ത് ഡിഷ് ഉണ്ടാവും, ഡിഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ, അതിൻ്റെ ഒരു സ്റ്റാൻഡാണ്, അതിൻ്റെ മുകളിൽ വലിയൊരു ഇരുമ്പിൻ്റെ കൊട്ടയാണ്. എന്നിട്ട് ആ കൊട്ട ഇങ്ങനെ ഒരു സാധനമുണ്ട്, ആ കുള്ളി പോലത്തെ, അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഓരോ സൈഡിലേക്കും ഓരോ തിരിച്ചു കൊടുക്കുമ്പോൾ ചാനലുകൾ ഇങ്ങനെ കൂടുതൽ കിട്ടും. അങ്ങനെ 100-200ഓളം ചാനലുകൾ കിട്ടുന്ന ഒരു ഡിഷ് ആയിരുന്നു. അന്നൊക്കെ ടി വിയിൽ സീരിയൽ കാണുക അതൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ടി വി എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ലാതായി. അപ്പം അതാണ്, ഇതൊക്കെയാണ് അതിൻ്റെ മുകളിലുള്ളത്. അങ്ങനെ 2 കറ്റാർവാഴ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള പിന്നീട് ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ അകത്ത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അകങ്ങളൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. അടിച്ച് ഒന്ന് വൃത്തിയാക്കി ഇടണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന 2-3 ചമ്മന്തികളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മീൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒക്കെ തട്ടിയൊപ്പിച്ചാണല്ലോ എല്ലാവരും കഴിയുന്നത് അല്ലേ. സാധാരണക്കാരായ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കേട്ടോ, മറ്റുള്ളവർക്ക് ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സുഹറ മറിയം എന്നാണ്. എല്ലാവരും ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അതാണ് ചമ്മന്തിക്ക് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണത്. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം അതിങ്ങോട്ട് കോരി വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇങ്ങനെ വാട്ടി 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 എടുക്കുക. അല്ലെങ്കിൽ പച്ചച്ചോയ ഉണ്ടാവും, ആ പച്ചച്ചോയ മാറണം. അപ്പോഴാണ് ചമ്മന്തിക്കൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് വറുത്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഒരു ലേശം പുളി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഇട്ടാൽ മതി. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഓവറായിട്ട് അടിക്കരുത്. ഇത് അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ താങ്ക് യു.